ഇന്ന് ഇന്ത്യയിൽ മുഴുവനും തൊഴിലാളി സംഘടനകൾ പണിമുടക്കിയിരിക്കുന്ന ഒരു ദിവസമാണ്. 25 കോടിയോളം തൊഴിലാളികളാണ് ഇന്ത്യയിൽ പണിമുടക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ അത് ബാധിച്ചിട്ടുള്ളത് കേരളത്തിലാണ്. തമിഴ്നാടും ബാംഗ്ലൂരൊന്നും അത് കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. കാരണം ആ രണ്ട് നഗരങ്ങളൊന്നും ബന്ദ് കൊണ്ടോ ഹർത്താൽ കൊണ്ടോ നിശ്ചലമാക്കാൻ സാധ്യമല്ല. കേരളത്തിൽ കൂടെ ഹർത്താലും ബന്ദൊക്കെ വർഷങ്ങളായി വരുന്നതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ അതങ്ങ് കേട്ട് കഴിയുമ്പോൾ തന്നെ അതിന് വഴങ്ങിക്കൊടുക്കുന്നത് കൊണ്ട് ഇവിടെ ഹർത്താൽ അല്ലെങ്കിൽ പണിമുടക്ക് വിജയിക്കും. പണിമുടക്കായിട്ട് ആരംഭിച്ചിട്ട് അവസാനം അത് ബന്ദായിട്ടാണ് മാറിയത്. പല സ്ഥാപനങ്ങളുടെ ഉള്ളിലേക്ക് സമരാനുകൂലികൾ കയറിയിറങ്ങി അത് വലിയ പ്രശ്നമുണ്ടാക്കി മൃഗീയമായിട്ടുള്ള പല സംഭവങ്ങളാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ തൊഴിലാളി സംഘടനകൾക്ക് വേണ്ടിയിട്ട് ഈ നടത്തുന്ന പരിപാടികളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നത് അതാത് സ്റ്റേറ്റുകളിലല്ല, അത് കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് പോയിട്ട് ഡൽഹിയിൽ അത് പോയി സമരം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാലേ അത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിന് അതുകൊണ്ടൊന്നും കുലുങ്ങാൻ പോകുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് വരെ ആരും സമരം നടത്തിയിട്ട് കുലുങ്ങിയ ചരിത്രമില്ല. അപ്പോൾ തൊഴിലാളി സംഘടനകൾ ഇത് ചെയ്യുന്നതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം? ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്നാണ് കാര്യം? ഒരു കാര്യമില്ല. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ദിവസവേതനക്കാരാണ്. കാരണം അവർക്കാണ് ദിവസവേതനം എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊരുപാട് നഷ്ടം വരും. സാമ്പത്തിക കെട്ടുറപ്പുള്ളവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതിപ്പോൾ ഒരു ദിവസമല്ല, ഇനിയിപ്പോൾ 100 ദിവസം പണിമുടക്കുണ്ടെങ്കിലും പണക്കാർക്കും അവരുടെ മക്കൾക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. അത് സാധാരണക്കാരും അവരുടെ മക്കൾക്ക് മാത്രമാണ് നഷ്ടപ്പെടാനുള്ളത്. അപ്പോൾ കേരളം പണിമുടക്കിൻ്റെ ഒരു സ്വർഗരാജ്യമാണ്. ഹർത്താലിൻ്റെയും ബന്ദിൻ്റെയും ഒരു സ്വർഗരാജ്യമാണ്. ജനങ്ങൾ പ്രതികരിക്കുന്നുമില്ല. പ്രത്യക്ഷമായും പരോക്ഷമായും ഇതുപോലുള്ള സമരങ്ങളെ ന്യായീകരിക്കുന്നതുകൊണ്ട് ഇത് അങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഹർത്താൽ പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത്രയും അധപതിച്ച രാഷ്ട്രീയ ഘടനയുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. പണിമുടക്കും ഹർത്താലും ബന്ധമൊന്നും ഒരു സംസ്ഥാനത്തിന് അത്രയും നല്ലൊരു കാര്യമല്ല. ഇന്ന് വരെയും അത് നടത്തിയിട്ട് ആരും ഗുണം പിടിച്ചിട്ടുമില്ല. അതാണ് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാനുള്ള ഒരു യാഥാർത്ഥ്യം.